രാവിലെ തന്നെ അച്ഛൻ വിളിച്ചോണ്ട് വന്നു, വാടാ നമുക്ക് ഇഴിക്കര പോവാന്ന് പറഞ്ഞു. അപ്പൊ വല്യപ്പച്ചൻ അച്ഛനെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കെട്ട് പറ്റിക്കാൻ പോണേണ്, മീനെ പിടിക്കാൻ. അപ്പൊ അങ്ങനെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഒരുപാട് നാളിന് ശേഷമുണ്ട് ഞാനിവിടെ വന്നേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഈ നടക്കുന്ന സ്ഥലത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു പുഴയില്ല, അതൊരു കെട്ടാണ്ട്. അവിടെ ഒരുപാട് മീനെ പണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ട്, ഞാനും വല്യപ്പച്ചനും കൂടെ. ഇപ്പുറം പുഴയാണ്. ഈ ഒരു പുഴയിലേക്കാണ് വല്യപ്പച്ചൻ കെട്ടിൽ നിന്നുള്ള വെള്ളം ഒഴുക്കി വിടുന്നത്. ഈ ഒരു തെങ്ങ് കണ്ട എന്റെ അതേ ഹൈറ്റുള്ളൂ. എന്തോരം കൊലകളാണ് അത് ഉണ്ടായേക്കണേ. ഭയങ്കര പൊക്കം കുറവ്. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ, ഇത്രയും ഈ ഒരു ചെറിയ തെങ്ങിനകത്ത്. എനിക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചെടുക്കാനായിട്ട് പറ്റും, അത്രയും ഹൈറ്റിലാണ്. സാധാരണ അച്ഛനൊക്കെ തെങ്ങിന്റെ മുകളിൽ കയറിയിട്ടാണ് തേങ്ങ ഇടാറുള്ളത്. ഇതൊക്കെ വെറുതെ കറിക്ക് ആവശ്യം നമുക്ക് വെറുതെ വരാ പിച്ചെടുക്കാൻ പോവുക. പക്ഷെ എന്താല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എന്തായാലും ഭയങ്കര നല്ല രസമല്ലേ കാണാനായിട്ട്. ഈ ഒരു ഷെഡ് എന്ന് പറയണത് പണ്ടത്തെ ഒരു ഓർമ്മയാണ്. കാരണം ഈ കെട്ടെടുത്ത സമയത്ത് ചേച്ചിയും ഞാനും വല്യപ്പച്ചനും അളിയനും എല്ലാരും കൂടെ കെട്ടിയിൽ നിന്നുള്ള മീനൊക്കെ തിരിഞ്ഞു കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. എനിക്ക് പിടിക്കാൻ ഇഷ്ടമല്ല കേട്ടോ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെളിയും കാര്യങ്ങളൊക്കെ എനിക്ക് നടന്ന ഇഷ്ടമല്ല. പക്ഷെ അവരിങ്ങനെ പറക്കി മാറ്റിയിടുന്നു. അപ്പൊ ഞാനിങ്ങനെ അവിടെ നോക്കി നിൽക്കും, ഇടയ്ക്കൊക്കെ ഞാനും പറക്കിയിടും കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്, എനിക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒരു രസമാണ്. ഈ ഒരു രീതിയിലാണ് ഇപ്പൊ വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടത്തിൽ നിന്നുള്ള വെള്ളം പുഴയിലേക്ക് ഒഴുക്കി വിടും. എന്നിട്ട് ആ ഒഴുകി പോണേണ്ട ഈ ഒരു തൂമ്പിന്റെ ഈ അറ്റത്ത് ഇങ്ങനെ വല വെക്കുമ്പോൾ അവിടെ നിന്നുള്ള മീനുകളൊക്കെ ഈ വലയിൽ കുരുങ്ങും. അപ്പൊ നമുക്ക് വെള്ളം വറ്റി കഴിയുമ്പോൾ മീനുകൾ അവിടെ കുരുങ്ങുകയും ചെയ്തിട്ട് ആ മീനുകൾ എടുക്കുക. ആ ഒരു ഭാഗത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കോൺക്രീറ്റ് ഇട്ട ചെറിയൊരു കട്ടയൊക്കെ ചെയ്യുന്നത്. പണ്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല, ചെറിയൊരു വരമ്പ് പോലെ ആയിരുന്നു. കണ്ണ് ഉറക്കം തൂങ്ങി എണീറ്റിട്ടേ കണ്ണൊക്കെ നീര് വന്ന പോലെ ഇരിക്കുകയാണ്. ഉറക്കൊന്നും കിട്ടും രക്ഷില്ല സോറൊന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കട്ട വിരിച്ച റോഡോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഇങ്ങനെ ഓടിച്ചാടി കിടക്കാല. ഞാൻ ഈ ഒരു കെട്ടിലൊക്കെ ഇറങ്ങി പണ്ട് മീനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഒരു ലോട്ട് മീനാണ് കിട്ടിയത്. കാരണം ഭയങ്കര മത്സരം പോലെ ആയിരുന്നു. ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാർ ആ ഒരു ഭാഗത്തും മൊത്തം കിടന്ന് വാറിലായിരുന്നു. അമ്മാതിരി മീനുകളുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഇങ്ങനെ വന്ന സമയത്ത് വല്യപ്പച്ചൻ എന്നെ വിളിച്ചുകൊണ്ട് വന്നു. വല്യപ്പച്ചൻ കിടന്നുമ്പോൾ ആരും പുറത്തേക്ക് ഇടും, ഞാൻ ബക്കറ്റിലാക്കും, തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അത് തന്നെ ഏതാണ്ട് ഒരു 7 ബക്കറ്റോളം ഞങ്ങൾ മാത്രം പിടിച്ചു. അതുപോലെ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. ഇവിടുത്തെ പരിസരത്ത് ഇഷ്ടംമാതിരി ആൾക്കാർ. എന്തായാലും ഞങ്ങൾ രണ്ടാളും, വല്യപ്പച്ചൻ മാത്രം വാരിയത്, വല്യപ്പച്ചൻ വാരിയിട്ട് മാത്രം ഏതാണ്ട് ഒരു ഇത്ര ബക്കറ്റ് ഇട്ടെങ്കിൽ അവരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് ചായ പിടിച്ചിട്ട് തിരിച്ച് ചെമ്മീൻ കെട്ടിലോട്ട് പോകണ്ട. ഈ ഒരു വഴിയാണ് അത് ചെമ്മീൻ കെട്ടിലേക്കുള്ള വഴി. കൊക്കുകളൊക്കെ ആ ഒരു ഭാഗത്ത് കൂട്ടോട്ടിരിക്കുകയാണ്. ഇപ്പൊ വെള്ളം പറ്റിയോണ്ട് അവർക്ക് ഇര പിടിക്കാനായിട്ട് ഭയങ്കര എളുപ്പമല്ല, കൂട്ടമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കണം. ചെമ്മീൻ കെട്ടൊക്കെ നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട്, ഒറ്റ വെള്ളമില്ല. വെള്ളമൊക്കെ വറ്റി അങ്ങടേക്ക് ഒഴുകി പോകുന്നുണ്ട്. ഇതാണ് കേട്ടോ എന്റെ വല്യപ്പച്ചൻ. ആളിപ്പോ കുറച്ച് മെലിഞ്ഞിട്ടുണ്ട്, പ്രായമായതിന്റെയാണ്. പക്ഷെ എന്റെ ഓർമ്മയിൽ പണ്ട് വല്യപ്പച്ചൻ അമ്മയുടെ വീട്ടിൽ ഞാനുള്ള സമയത്ത് വന്നിട്ടുണ്ട്. അന്ന് നല്ല നല്ല ശരീരമുള്ളൊരു നല്ല അടിപൊളി മനുഷ്യനായിരുന്നു. ആളുടെ പോക്കറ്റിൽ നിന്ന് എനിക്കൊരു ജെല്ലിന്റെ പേന എടുത്ത് തന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ജെല്ല് വെച്ച് എഴുതിയത് അന്നാണ്.